കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലയാണ് പാലക്കാട്. ഇവിടെ ഫാനോ എ സിയോ ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റുന്നൊരു വീട്. കേൾക്കുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നുന്നുണ്ടല്ലേ? അത്തരമൊരു വീടിൻ്റെ കാഴ്ചകളുമായാണ് മാസ്റ്റർ ക്രാഫ്റ്റ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ് മയൂഖം എന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ ശ്രീകാന്തിൻ്റെയും രശ്മിയുടെയും ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്റ്റായ ബിനു അറക്കലാണ്. ഒരു വീട് രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് എവിടെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്നത് ഒരു ഡിസൈനർക്ക് അതീവ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പാലക്കാട് ജില്ലയിൽ ഒരു വീട് രൂപകൽപ്പന ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു വീട് രൂപകൽപ്പന ചെയ്യുമ്പോൾ അത് തീർച്ചയായും ആ വീട്ടിലെ ക്ലയൻസിന് ആ പ്രദേശത്ത് പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ താമസിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം വീട് രൂപകൽപ്പന ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 42 ഡിഗ്രി ഈ കഴിഞ്ഞ കാലാവസ്ഥയിൽ 42 ഡിഗ്രി ചൂടെത്തിയ ഈ മേഖലയിൽ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തിയത് പരമാവധി പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിൽ ചൂടിനെ എത്രത്തോളം പുറത്ത് നിർത്താൻ കഴിയുമോ അങ്ങനെ ഒരു വീട് ഡിസൈൻ ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. ഡോക്ടർ നമ്മളോട് ആവശ്യപ്പെട്ടത് താഴെ 2 കിടപ്പ് മുറികൾ, 2 അറ്റാച്ച്ഡ്, മുകളിൽ ഒരു കിടപ്പ് മുറി, ഒപ്പം തന്നെ ഒരു കൺസൾട്ടിംഗ് റൂമും, ഫാമിലി ലിവിങ് സ്പേസ്, ഗസ്റ്റ് ലിവിങ് സ്പേസ്, ഒരു കോർട്ട്യാർഡ്, കിച്ചൺ എന്നിവയാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ബഡ്ജറ്റിനെ ഡോക്ടറിൻ്റെ ഒരു ബഡ്ജറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. ലിവിങ് സ്പേസുകൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു നീണ്ട ഹാൾ ഇട്ട് വയ്ക്കുക, വല്ലപ്പോഴും വരുന്ന 100 അതിഥികൾക്ക് വേണ്ടി ഒരു വലിയ ഹാൾ ഇട്ടിട്ട് അതിൻ്റെ പകുതിയോളം ഉപയോഗിക്കുക, ബാക്കി പകുതി വെറുതെ കിടക്കുക. അപ്പോൾ ആ ആശയത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഗസ്റ്റ് തികച്ചും പ്രൈവസി ലഭ്യമാവുന്ന ഒരു ഗസ്റ്റ് ലിവിങ് സ്പേസ്, ഒപ്പം തന്നെ സിറ്റ് ഔട്ടിൽ നിന്ന് കയറാൻ പറ്റുന്ന ഒരു കൺസൾട്ടിങ് സ്പേസിലേക്ക് നമുക്ക് ഫാമിലി ലിവിങ്ങിൽ നിന്ന് കടന്നു വരാൻ കഴിയുന്ന രീതിയിലും ഒരു ഡോറ് കൊടുത്തുകൊണ്ട് ഫാമിലി ലിവിങ് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ TV കാണലും ഒപ്പം തന്നെ നമുക്കിരിക്കാനൊരിടം വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാമിലി ലിവിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്തത്. കോർട്ട്യാർഡാണ് ഇതിന് എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത്. ഒരു കോർട്ട്യാർഡിൻ്റെ 3 സൈഡിലായിട്ടാണ് ഡൈനിങ് സ്പേസും ഫാമിലി ലിവിങ് സ്പേസും ഗസ്റ്റ് ലിവിങ് സ്പേസും നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ നമുക്ക് കിട്ടുന്ന ഒരു കൂളിംഗ് എഫക്റ്റാണ്. ഞാനിപ്പോൾ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എനിക്കൊരു AC ഇട്ട ഒരു റൂമിലേക്കൊക്കെ കയറുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് കരിങ്കല്ലും അതുപോലെ തന്നെ മണ്ണിലും തീർത്ത ഭിത്തികളാണ്. ഇത് രണ്ടും തന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള യാതൊരു പെയിൻറ്റുകളും ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷിലാണ് തീർത്തിരിക്കുന്നത്. പോരാത്തന്നെ ഈ പാലക്കാടിൻ്റെ ഒരു ചൂടിൽ ഈ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റിലീഫാണ്. അത്തരത്തിലുള്ളൊരു കൺസ്ട്രക്ഷനാണ് ഈ വീടിന് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂളിംഗ് എഫക്റ്റാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. സാധാരണ മറ്റെല്ലാ ബിൽഡിംഗ് മെറ്റീരിയലും ചൂട് അകത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം കരിങ്കല്ല് ചൂടിനെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുക. ഒരു പാറപ്പുറത്ത് ഏറ്റവും കൂടുതൽ ചൂട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ഒരു ഗുഹയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. ഇവിടെ വളരെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പാലക്കാട് ജില്ലയിലെ മുതലമട എന്ന ഭാഗത്ത് ഇത്തരം സൈസിൽ നാച്ചുറലി കട്ട് ചെയ്യുമ്പോൾ തന്നെ പാറ ഈ സൈസിൽ ഒരുവിധം കൊള്ളാവുന്ന തരത്തിൽ
ഒരടിക്ക് താഴെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് കിട്ടും. ഇവിടെ തന്നെ മെറ്റീരിയലിൻ്റെ വില ഒരു കല്ലിന് 10 രൂപയോളം മാത്രമേ വരികയുള്ളൂ, കോറിയിലുള്ള വില. സാധാരണയായി ഈ പീസിലുള്ള ഒരു കരിങ്കല്ല് 4-5 ഇഷ്ടികയ്ക്ക് സമമായിട്ടുള്ള സൈസിലാണ് കിട്ടുന്നത്. സിമൻറ്റിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗമാണ് നമ്മുടെ വീടിനകത്ത് കൂടുതൽ ചൂട് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കരിങ്കല്ല് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടിയത് ഒരു സൈഡ് പ്ലാസ്റ്ററിങ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമുക്ക് പറ്റി. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അത്യാവശ്യമുണ്ട്. കൊരുത്ത് കെട്ടുക എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കരിങ്കല്ല് കെട്ടേണ്ടത്. കാരണം വെർട്ടിക്കൽ ജോയിൻസോ ഹൊറിസോണ്ടൽ ജോയിൻസോ വളരെ അടുത്ത് വന്നാൽ അത് തീർച്ചയായിട്ടും ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള മേസൺറി അത് ഉപയോഗിക്കേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ബിൽഡിംഗ് മെറ്റീരിയലാണ് മണ്ണ്. മണ്ണ് തരുന്ന ഒരു സുഖവും സൗന്ദര്യവും മറ്റൊരു ബിൽഡിംഗ് മെറ്റീരിയലും തരില്ല. മണ്ണിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും സ്റ്റെബിലൈസ്ഡ് അല്ല എന്നുള്ളതാണ്. മണ്ണ് കാലാവസ്ഥയ്ക്കനുസരിച്ച് വെള്ളം നനയുമ്പോൾ വലുപ്പം കൂടുകയും അത് വെള്ളം കുടിക്കുകയും തിരിച്ച് വേനൽക്കാലത്ത് അത് വെള്ളം പുറത്തേക്ക് കളയുകയും ചെയ്യും. അപ്പോൾ അതിനെ ടെക്നിക്കലി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് ആണ് ഏറ്റവും വലിയ പഠനം നമ്മൾ നടത്തിയത്. സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ. നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുത്തെ എല്ലാ മുറികളും കോമ്പാക്റ്റ് ആണ്. പക്ഷേ ഓരോ മുക്കും മൂലയും പോലും വളരെയധികം യൂസ്ഫുള്ളായി യൂസ് ചെയ്തിരിക്കുകയാണ് ഈ വീട്ടിൽ. സ്പേസ് യൂട്ടിലിറ്റിക്ക് എനിക്ക് നിങ്ങൾക്ക് 2 എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചു തരാൻ പറ്റുന്നത്. ഒന്നാമത് നമ്മുടെ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു വാഷിംഗ് ഏരിയ ആണ്. ഇവിടെ ഈ വാഷിംഗ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് ആ സ്പേസ് നമുക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പോരാത്തതിന് അവിടെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അത് യാതൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യുന്നുമില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുമ്പം തന്നെ അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്, അതുമാണ്. പിന്നെ ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ഓപ്പൺ ടു ഡൈനിങ് ആണ്. ഒപ്പം തന്നെ സ്റ്റെയർ എടുക്കാൻ ഒരു മിനിമം സ്പേസിൽ നമ്മൾ സ്റ്റെയർ മുകളിലേക്ക് കയറ്റി സ്റ്റെയറിനടിയിലായിട്ട് കൃത്യമായിട്ട് നമ്മൾ വാഷ് സ്പേസ് അറേഞ്ച് ചെയ്തു. 2 മിനിമം സൈസിലുള്ള 2 ബെഡ്റൂമും 2 അറ്റാച്ച്ഡ് ഷെൽഫ് സെപ്പറേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം സ്റ്റെയർ കയറി മുകളിൽ ചെന്നാൽ മുകളിലൊരു ലൈബ്രറി സ്പേസും ബിലോ സ്പേസുകൾ കുറേ കൂടുതൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു ബെഡ്റൂമുമാണ് മുകളിലുള്ളത്. മൊത്തം ഫ്ലോർ പ്ലാന് 2 ഫ്ലോറും കൂടി ചേർന്ന് ഒരു 1700-1800 സ്ക്വയർ ഫീറ്റിനകത്ത് ഒതുങ്ങുന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാർപോർച്ചിന് വേണ്ടി 3-4 ലക്ഷം രൂപ മുടക്കി പില്ലറുകൾ വാർത്ത് കോൺക്രീറ്റ് കൂടാരം ഉണ്ടാക്കിയിട്ടില്ല. കാർപോർച്ച് വളരെ ചെറിയ രീതിയിൽ വീടിൻ്റെ ഒരു സൈഡിൽ കാർ നിർത്താവുന്ന രീതിയിലാണ് മാറ്റി വരുത്തിയിട്ടുള്ളത്. ഭാഗമായി വന്നൊരു സ്പേസിനെ ഒരു പാഷ്യോ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർത്ത് സൗത്ത് ഡയറക്ഷനെയാണ് ഇത് ഫേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ ഒരിക്കൽ പോലും ഡയറക്റ്റ് സൺലൈറ്റ് ഇവിടെ പതിക്കുന്നില്ല. കൂടാതെ ലിവിംഗ് റൂമിനോട് തൊട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കൂളിംഗ് എഫക്റ്റ് തന്നെയാണ്. ഈ ബെഡ്റൂമിന് ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമുക്ക് നല്ല തണുപ്പാണ് ഇവിടുന്ന് അനുഭവപ്പെടുന്നത്. ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു കരിങ്കല്ലിൽ തീർത്ത ഒരു ഭിത്തിയാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ് ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കൂടാതെ ഇതിൻ്റെ സീലിംഗ് മറ്റ് വീടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹുറിഡിസ് കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. ഹുറിഡിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഓട് തന്നെയാണ്. ഇതും ഈ ബെഡ്റൂമിൻ്റെ ഒരു തണുപ്പ് നിലനിർത്തുന്നതിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്.